ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പോൾ 10th ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ICTയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളങ്ങ് തുടങ്ങുകയാണ്. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക, ഇതാണ് നമ്മുടെ ഇങ്ക്സ്കേപ്പ്. ഈ ഒരു പിക്ചർ എല്ലാവരും ഓർത്തിരിക്കണം, തിയറിക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇങ്ക്സ്കേപ്പ് ഒരു ഫ്രീ വെക്റ്റർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. ലോഗോ, ഇല്യൂസ്ട്രേഷൻസ്, പോസ്റ്റേഴ്സ്, ബ്രോഷേഴ്സ്, ടിപ്പോഗ്രാഫി അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറേറ്റ് ആയിട്ടും നല്ല ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതൊക്കെ. നമ്മുടെ സ്കൂളിലൊക്കെ ഓരോ ഫങ്ഷൻസ് വരുമ്പം പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പ് വെച്ച് നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീ വെക്റ്റർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്, അത് ഓർത്തിരിക്കുക. റാസ്റ്ററും വെക്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് കുറച്ച് വെക്റ്റർ ഗ്രാഫിക്, അതായത് സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക് SVG, അതാണ് നമ്മുടെ ഈ ഇങ്ക്സ്കേപ്പിൻ്റെ ഫയൽ ഫോർമാറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയറിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. SVG ഫുൾ ഫോം എന്താണ്? സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്, SVG. അതായത് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ നമ്മളൊരു പിക്ചർ അല്ലെ ഒരു പോസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുന്ന ടൈമിൽ .svg എന്നായിരിക്കും അത് വരുന്നത്. അതിൻ്റെ ഫുൾ ഫോം എല്ലാവരും ഓർത്തിരിക്കണം, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. ദെൻ ഇങ്ക്സ്കേപ്പ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫയൽ ഫോർമാറ്റുകളുണ്ട്. ഓപ്ഷൻസിൽ 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം. വെരി ഷോർട്ട് ആൻസറിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SVG, AI, EPS, PDF, PS ആൻഡ് PNG ഇതൊക്കെയാണ് ഇങ്ക്സ്കേപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റുകൾ. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകുമ്പം നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാൻവാസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ക്യാൻവാസ് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ആയിരിക്കത്തില്ല നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. അല്ലെങ്കിൽ നമ്മളോട് വേറൊരു ഹൈറ്റും വിഡ്ത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റം സൈസ് എടുക്കണം. അതിന് മുന്നേ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക? ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് വേണം ഈ ഒരു ഹൈറ്റും വിഡ്ത്തും നമ്മൾ കസ്റ്റം സൈസിൽ കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ 22.04 നമുക്ക് ഇങ്ക്സ്കേപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഈ ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വിൻഡോസ് കീ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ വിൻഡോസ് കീ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഇങ്ക്സ്കേപ്പ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കാണിക്കാം. ഇങ്ക്സ്കേപ്പ് എന്ന് മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഇങ്ക് എന്ന് അടിക്കുമ്പോഴേ അവിടെ വരും. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി എടുത്തിട്ടിരുന്ന ഒരു പേജാണിത്. അപ്പോൾ ഞാനതങ്ങ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇങ്ക്സ്കേപ്പ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ക്സ്കേപ്പിന് IN അടിക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ക്സ്കേപ്പ് വരും. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് ന്യൂ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യണം. ന്യൂ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബോർഡർ കിടപ്പുണ്ട്. ഇവിടെ ഒരു ബോർഡർ കിടപ്പുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിത് ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കീബോർഡിൽ ബാക്ക് സ്പേസിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ഒരു മൈനസ് സിമ്പിൾ വരുന്നുണ്ട്. ആ മൈനസ് സിമ്പിളുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് കാണാം. സൂം ചെയ്ത് കാണാൻ വേണ്ടി പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ മൈനസും പ്ലസിൻ്റെയും കാര്യം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ മൈനസ് ചെയ്തിട്ടു. അപ്പോൾ ഇതൊരു A4 സൈസാണ്. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയല്, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൻ്റെ ഷോർട്ട് കട്ട് ഒന്ന് ഓർത്തിരിക്കുക. Shift+Ctrl+D. Shift+Ctrl+D പ്രസ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആയി വരും. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയി വരും. തിയറിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് കട്ടൊക്കെ പഠിച്ചു വെക്കുക. ദെൻ ഇവിടെ നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന A4 സൈസാണ്. 210 ആൻഡ് 297 ആണ് വിഡ്ത്തും ഹൈറ്റും വന്നേക്കുന്നത്. ആ കസ്റ്റം സൈസിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താക്കാം, ഒരു 300 ആക്കി നോക്കാം. ഞാൻ ബാക്ക് സ്പേസ് അടിച്ചു. 300 വിഡ്ത്തും 350 ഹൈറ്റും നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 350 കൊടുക്കുകയാണ്. ഇവിടെ യൂണിറ്റ്സ് MM ആണോ നമുക്ക് നോക്കാം. ആ ടെക്സ്റ്റിൽ നമ്മൾ എടുത്തു വെച്ചിട്ടേക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്യാൻവാസിൽ എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സൈസ് ഇതാണ്ട് ഈ ഒരു പേജാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് MM തന്നെയാണ് എടുത്തേക്കുന്നത് ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പം നമ്മൾ MM തന്നെ ഇട്ടേക്കുക. ദെൻ ഇവിടെ ലാൻഡ്സ്കേപ്പ് മോഡാണ് വേണ്ടുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. നമ്മൾ ഓണത്തിൻ്റെയൊക്കെ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് വീതി കൂടുതലും ലെങ്ത് കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് പിടിച്ചിത്തിരി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഞാൻ ഈ ലാൻഡ്സ്കേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതാ നോക്കിയേ, വിഡ്ത്ത് അങ്ങ് 350 ആയി, ഹൈറ്റ് 300 ആയി. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സംഭവം കണ്ടോ, കുറച്ച് വിഡ്ത്ത് കൂടുതലും ലെങ്ത്ത് കുറവായിട്ട്, ഹൈറ്റ് കുറവായിട്ട് വരും. തിരിച്ച് ഞാൻ പോർട്രേറ്റ് മോഡിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത്
വേണ്ട ആ 300 350 എന്നുള്ളത് കറക്റ്റ് അതേപോലെ വന്നു. നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഹൈറ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടുകയാണ്. ഞാനൊരു 400 ഇടാൻ പോവാണ്. ഓക്കെ, എന്നിട്ടൊന്ന് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതാ കുറച്ചും കൂടെ ലെങ്ത്, ഇപ്പം എനിക്കത് കാണാൻ പറ്റുന്നില്ല അല്ലേ, ഞാനപ്പം മൈനസ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, എനിക്ക് കാണാൻ പറ്റും. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് ഇത്രയായി. ഓക്കെ ആണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെയാണ് ഒരു ക്യാൻവാസ് പ്രിപ്പയർ ചെയ്തത്? ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിനകത്ത് നമ്മുടെ ഹൈറ്റും വിഡ്ത്തും ഏതാണോ വേണ്ടുന്നത് അത് കൊടുക്കുക. mm തന്നെ, മില്ലിമീറ്റർ തന്നെ ഇട്ടേക്കുക. ഓക്കെ അടിക്കുക, അത് ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് അല്ലാതെ എടുക്കുന്നത്? ഷിഫ്റ്റ് കൺട്രോൾ ഡി. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിത് മൈനസ് ഇട്ടൊന്ന് ചെറുതാക്കി വെച്ചേ. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ദാണ്ട് ഇതാണ്, ക്രിയേറ്റ് റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ക്യാൻവാസിലേക്ക് ഞാനൊരു റെക്ടാങ്കിൾ വരച്ചു വെച്ചു. ഇതിനെ കളർ മാറ്റാൻ വേണ്ടി ഇവിടെ കളർ പാലറ്റിൽ നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യുന്നോ നിങ്ങൾക്ക് ആ കളർ നമുക്ക് സെലക്റ്റഡ് ആവും. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കളർ പാലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിനകത്ത് ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഏത് കളർ ചൂസ് ചെയ്യുന്നോ ആ കളർ അവിടെ വരും. ഓക്കെ, ഓക്കെ, ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിനകത്ത് നമുക്ക് ഏതെടുത്താലും വരും. ഇപ്പോൾ 2 കളറൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഇത് മതി. ഇപ്പോൾ ഏത് കളർ എടുക്കുന്നോ ആ കളർ നമുക്ക് അവിടെ വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്താലും മതി. ഒരു ലൈറ്റ്, നമ്മുടെ ടെക്സ്റ്റിൽ ഏത് കളറാണ് പറഞ്ഞേക്കുന്നത്? ഒരു ലൈറ്റ് ബ്രൗണോ ബ്ലാക്കോ ഏതാണ്ടാണ് നമുക്ക് ലാസ്റ്റ് വരേണ്ട ഔട്ട്പുട്ട്. ഇതേപോലെ വരണം. അപ്പം നമുക്കൊരു ബ്ലാക്ക് അല്ല, ഒരു ആഷ് കളറാണ്, ഡാർക്ക് ആഷ് കളറാണ്. നിങ്ങൾക്ക് ഏത് കളറാണ് തോന്നിയെന്ന് വെച്ചാൽ ആ കളർ ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഈ കളർ പാലറ്റ് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരുപാട് കളേഴ്സ് കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കളർ ചൂസ് ചെയ്യുക. ഈ ഒരു കളർ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കളർ എന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ് ചെയ്തിടാം കേട്ടോ. എല്ലാം കൂടെ എന്തിനാണ് വെച്ചേക്കുന്നത്, ക്ലോസ് ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെച്ചപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ അതേ വലിപ്പത്തിൽ വരാൻ വേണ്ടി നമ്മൾ ഈ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സെലക്റ്റഡ് ആയി, ആരോ ആയി. ഈ ഒരു ആരോയിൽ നടുക്ക് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ആരോ സിമ്പിൾ മാറി ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ആരോയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലുതാക്കാം, ഒരേപോലെ വലുതാക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മളിതൊന്ന് സെലക്ട് ആക്കുക. അതിനുശേഷം ഇവിടെ വിഡ്ത്തും ഹൈറ്റും നമുക്കറിയാലോ നമ്മൾ എത്ര കൊടുത്തേന്ന്. ഞാൻ എത്ര കൊടുത്തേ? 400ഉം വിഡ്ത്ത് എത്ര? വിഡ്ത്ത് ഞാൻ കൊടുത്തത് 300ഉം. എന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു. പക്ഷേ ക്യാൻവാസിൻ്റെ വലിപ്പത്തിലായില്ല. വീണ്ടും ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വൈയും എക്സും കിടക്കുന്നുണ്ടോ, അത് രണ്ടും ഞാനങ്ങ് 0 എന്ന് കൊടുക്കുക. 0 കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, അല്ലെങ്കിൽ മൗസ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ക്യാൻവാസിൻ്റെ അതേ വലിപ്പത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ്. ഒന്ന് ക്യാൻവാസ് എടുത്തു, ഒരു റെക്റ്റാങ്കിൾ വരച്ചു, നമ്മൾ ആ കളർ ഫിൽ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കളർ പാലറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻറ്റു മാർക്ക് കിടപ്പുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കളർ, ഈ ഒരു ഫില്ല് ചെയ്ത കളർ കളയാൻ നമ്മൾ ഇൻറ്റുവിൽ കുത്തിയാൽ മതി. വരുന്നില്ല, സെലക്ട് ചെയ്തില്ല. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ പോകും കേട്ടോ. അപ്പം നമുക്ക് കളർ വേണമെങ്കിൽ ഇങ്ങനെ കളർ കൊടുക്കാം, വേണ്ട എങ്കിൽ നമ്മൾ ഇൻറ്റുവിൽ പ്രസ് ചെയ്താൽ മതി, ആ കളർ ഫില്ല് ചെയ്ത കളർ കളയാൻ പറ്റും. മനസ്സിലായോ? തൽക്കാലത്തേക്ക് ഞാൻ ഈ കളർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് കളർ എടുക്കുന്നോ ആ കളർ അവിടെ ബോർഡർ ആയിട്ട് വരും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇൻറ്റു അടിക്കുക. എനിക്ക് ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇൻറ്റു പ്രസ് ചെയ്താൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റിൽ കളർ വരുന്നില്ല, ബോർഡർ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പം എനിക്ക് ബോർഡർ വേണ്ട. ഞാൻ ആ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഇൻറ്റു ഇല്ലേ നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ നമ്മുടെ ഈ കളറിൻ്റെ ഏറ്റവും ലെഫ്റ്റിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ
ഞെക്കിയാൽ മതി, ആ ബോർഡർ പോവും. ബോർഡറിൻ്റെ വേറൊരു പേരാണ് സ്ട്രോക്ക്. എല്ലാവരും ഓർത്ത് വയ്ക്കുക, സ്ട്രോക്ക്. ഓക്കെ, ഇനി നമുക്ക് ആ സ്ട്രോക്ക് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യുന്നതാണ് അടുത്ത പണി. അതായത് നമുക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ടേ? സേ നോ ടു വാർ, ഓഗസ്റ്റ് 06 ഹിരോഷിമ ഡേ. അപ്പം നമ്മുടെ വാർ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടൈപ്പ് ചെയ്യാം. സേ നോ ഞാൻ ടൈപ്പ് ചെയ്തു. ദെൻ നോർമൽ മാറ്റി ബോൾഡാക്കി. അതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ദെൻ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്കൊന്ന് മാറ്റാം. ഒരുപാട് ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക. എനിക്ക് ലാറ്റിൻ മോഡേൺ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം അതിനകത്തില്ല. ഇനി എന്നിട്ട് ഇതൊന്ന് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ആരോ കോർണർ സൈഡിൽ ആരോ ആക്കിയാൽ ഒരേ സൈസിൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷിഫ്റ്റും കൺട്രോളും ആണ് യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ തിയറിക്ക് ചോദിക്കാം. ദെൻ ഇതിൻ്റെ കളർ മാറ്റുക. എനിക്കൊരു പർപ്പിൾ പോലൊരു കളറല്ലേ നമുക്ക് ചോദിച്ചേക്കുന്നത്, ഒരു റെഡും അല്ല മജന്ത പോലൊരു കളർ. അപ്പോൾ എനിക്ക് ജസ്റ്റ് നീക്കി നോക്കുക, മജന്ത പോലൊരു കളറാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്ത് ഒന്ന് ചെറുതാക്കുകയാണ്. ഇത്രയും വേണ്ട, ഇത്രയും. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചാൽ മതി. കുറച്ചും കൂടെ നമുക്ക് മേളിൽ കുറേ സാധനങ്ങൾ വെക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ചെയ്യുക വാർ. അതും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഹാൻഡ് റൈറ്റിലേക്ക് മാറ്റുക, ബോൾഡ് ആക്കുക. സൈസ് കൂട്ടാൻ ഞാൻ പറഞ്ഞു തന്നു. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എടുക്കുക, കോർണർ സൈഡിൽ പിടിച്ച് ഷിഫ്റ്റ് കൺട്രോൾ പിടിച്ച് വലുതാക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് യെല്ലോ കളർ ചൂസ് ചെയ്യുക. വാറെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇച്ചിരി ഇവിടെ ഒന്ന് ചെറുതാക്കണം. ഓക്കെ, ദെൻ ഒരു 2 ടൈപ്പ് ചെയ്യാനുണ്ട്. 2 ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു റെക്റ്റാങ്കിൾ ബോക്സ് വേണം. അപ്പോൾ ഞാനൊരു 2 ടൈപ്പ് ചെയ്ത് വെച്ചു. ഒരു റെക്റ്റാങ്കിൾ ബോക്സ് എടുത്തു, ഒരു സ്കൈ ബ്ലൂ കളർ കൊടുത്തു. ഇനി നമുക്ക് ആ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഇതിനെ ഒന്ന് വൈറ്റ് കളറിലേക്ക് കൊടുക്കുക. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് അതിനെ മൂവ് ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ചു. ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ കീബോർഡിലെ പേജ് അപ്പ് എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്താൽ മതി. നംലോക്ക് ഓഫ് ആയിരിക്കണം കേട്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. നംലോക്ക് ഓഫ് ചെയ്തതിന് ശേഷം ആ നമ്പറിൻ്റെ അവിടെ ഒരു നം ലോക്ക് എന്നൊരു കീ ഉണ്ട്, ആ കീ ഓഫ് ചെയ്തിട്ട് 9 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ ഈ 2 കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2ൻ്റെ ആ ബോക്സ് സെലക്ട് ചെയ്തിട്ട് ലെയർ അല്ല ഒബ്ജക്റ്റ് റൈസ് ടു ടോപ്പ് അതെടുത്താൽ മതി. ഒബ്ജക്റ്റ് റൈസ് ടു ടോപ്പ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുകളിലേക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. എനിക്കിപ്പോൾ 2 കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒബ്ജക്റ്റ് റൈസ് ടു ടോപ്പ് എന്നടിച്ചാലും വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറിക്ക് ചോദിക്കും പേജ് അപ്പ് എന്ന് പറയുന്ന കീ ഏതാ, 9 എന്ന് പറയുന്ന കീ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്നിച്ചിരി ചെറുതാക്കുക, ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യുക, അത് മറന്നുപോലെ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം തന്നെ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. മേളിൽ കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ രണ്ടും സെലക്ട് ആയി. എന്നിട്ട് ഒബ്ജക്റ്റിനകത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ചായി. കണ്ടോ? അപ്പോൾ ഒരുമിച്ച് മൂവ് ആവുന്നുണ്ടോ? നമ്മൾ ആ 2ൻ്റെ എയുടെ മേളിൽ കൊണ്ട് 2 വെച്ചു. സേ നോ ടു വാർ. ഏകദേശം നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, ബാക്കി നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുക കേട്ടോ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി ഓഗസ്റ്റ് 6 എന്നുള്ളത്, അതിന് മുന്നേ കുറേ ഡോട്ടുകളുണ്ട്. ഞാൻ കുറച്ച് ഡോട്ടുകൾ ഇടുകയാണ്. അതൊരു സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കി അതിനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു.
ഒരു Ctrl+D പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. ഞാൻ അതിനെ എടുത്ത് ഇപ്പുറത്തും കൊണ്ടുവച്ചു. ചെറുതാക്കാൻ Shift+Ctrl പ്രസ് ചെയ്ത് കോർണറിൽ കുറച്ച് പിടിച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ Shift+Ctrl പ്രസ് ചെയ്ത് കോർണർ പിടിച്ച് കുറച്ച് ചെറുതാക്കി. ഇനി എനിക്ക് August 6 വേണം. ഇതിൻ്റെ കളർ ഏതാ? യെല്ലോ കളറാണ് August 6-ന്. AUG 06 സെലക്ട് ചെയ്യുക, യെല്ലോ കളറാക്കുക, അതിനെ പിടിച്ചിവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കളറും നമ്മൾ വൈറ്റാണ് ആക്കിയേക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ഹിരോഷിമ ഡേ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ടൂൾ ഇതാണ്. എ എന്ന് പറയുന്നൊരു കഴ്സറും കൂടെ വരുന്ന ഒരു കീ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഷോർട്ട് കട്ട് Ctrl+T ആണ്. T പ്രസ് ചെയ്താലും മതി. അവിടെ നമ്മൾ ഹിരോഷിമ ഡേ ടൈപ്പ് ചെയ്തു. അതൊക്കെ നോർമലായിട്ട് തന്നെ കിടക്കുന്നതാണ്. അതിൻ്റെ കളറ് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനൊരു വൈറ്റ് കളറാക്കി. എന്നിട്ട് കാണാൻ പറ്റുന്നില്ല, നമ്മളിവിടെ കൊണ്ടുവെക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഹിരോഷിമ ഡേ കൊടുത്തു. ഇത്രയും സാധനങ്ങൾ ഞാൻ ചെയ്തു. അപ്പം ഏകദേശം നമുക്കത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് ബാക്കി ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മിഡ് ടേം പ്രാക്ടിക്കൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 6 ചാപ്റ്റേഴ്സാണ് വേണ്ടുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണിത്. ഇതെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉബുണ്ടു 22.04 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക, A+ വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. Please subscribe my channel. Thank you.